അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പേർഷ്യൻ സൈന്യം അൽ ജസീറ യുദ്ധക്കളത്തിൽ നടത്തിയ പരാക്രമം മദീനയിലെ മുസ്ലിങ്ങളെ ഞെട്ടിച്ചു. മുസ്ലിം സൈന്യം വേദനാജനകമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായി. ഒരു ദിവസം മാത്രം 4000-ഓളം പേർ രക്തസാക്ഷികളായി. മുസ്ലിം സൈന്യത്തിൻ്റെ നേതൃത്വം നേരിട്ട് ഏറ്റെടുക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് പുറപ്പെടാൻ തീരുമാനിച്ചു. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബി പ്രമുഖർ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പകരം സഅദ് റളിയല്ലാഹു അൻഹു നിയോഗിക്കപ്പെട്ടു. ധീരനായ അദ്ദേഹത്തിൻ്റെ നേതൃത്വം പേർഷ്യയെ മുസ്ലിങ്ങൾക്ക് അധീനപ്പെടുത്തി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവായ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ പിതൃവ്യൻ ഉഹൈബ് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാമഹനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അദ്ദേഹത്തെ അമ്മാവൻ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. തൻ്റെ 17-ാമത്തെ വയസ്സിലാണ് സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇസ്ലാമിലെ 3-ാമത്തെ അംഗമായിരുന്ന അദ്ദേഹം വലിയ അസ്ത്ര നിപുണനും അറബികളുടെ എണ്ണപ്പെട്ട യോദ്ധാവുമായിരുന്നു. ഉന്നം പിഴക്കാത്ത 2 ആയുധങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒന്ന് അദ്ദേഹത്തിൻ്റെ അമ്പും മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുമാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു: അള്ളാഹുവേ, സഅദിൻ്റെ അസ്ത്രം നീ കുറിക്കൊള്ളിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ. ആമിർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഒരാൾ അലി, തൽഹത്ത്, സുബൈർ റളിയല്ലാഹു അൻഹു എന്നിവരെ അസഭ്യം പറയുന്നത് സഅദ് റളിയല്ലാഹു അൻഹു നിന്ന് കേൾക്കുകയാണ്. അങ്ങനെ പറയരുത് എന്ന് അയാളെ സഅദ് റളിയല്ലാഹു അൻഹു ഉപദേശിച്ചു. അയാളത് കൂട്ടാക്കിയില്ല. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിനക്കെതിരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അത് കേട്ടപ്പോൾ അയാൾ സഅദ് റളിയല്ലാഹു അൻഹുവിനെ പരിഹസിക്കുകയാണ് ചെയ്തത്. ഭീഷണി കേട്ടാൽ ഒരു പ്രവാചകനെ പോലെയുണ്ടല്ലോ. സഅദ് റളിയല്ലാഹു അൻഹു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ശേഷം ഇങ്ങനെ പ്രാർത്ഥിച്ചു: നാഥാ, നിൻ്റെ സൽവൃത്തരായ ഇഷ്ടജനങ്ങളെ ഈ മനുഷ്യൻ അസഭ്യം പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലം നീ കൊടുത്താലും. നിമിഷങ്ങൾക്ക് ശേഷം കലിതുള്ളിക്കൊണ്ട് ഒരു ഒട്ടകം ആൾക്കൂട്ടത്തിലേക്ക് ഓടി വന്നു ആ മനുഷ്യനെ തിരഞ്ഞു പിടിച്ച് കടിച്ച് കൊന്നുകളഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു ധർമ്മിഷ്ഠനായ ഒരു സമ്പന്നനായിരുന്നു. തൻ്റെ സമ്പത്തിൽ സംശയാസ്പദമായ ധനം വന്നുകൂടുന്നത് അദ്ദേഹം വളരെ ശ്രദ്ധിച്ചു. ഹജ്ജത്തുൽ വദാഇൻ്റെ ഘട്ടത്തിൽ സഅദ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം നബിയോട് ചോദിച്ചു: നബിയെ, എനിക്ക് ധാരാളം സമ്പത്തുണ്ട്. അനന്തരാവകാശിയായി ഒരു മകൾ മാത്രമേ ഉള്ളൂ. പിന്നീട് അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്വത്തിൻ്റെ 2/3 ഭാഗം ധർമ്മം ചെയ്യട്ടെ. നബി പറഞ്ഞു, അത് വേണ്ട. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പകുതി ഭാഗമോ? അതിനും നബി സമ്മതിച്ചില്ല. 1/3 ഭാഗം ധർമ്മം ചെയ്യാൻ അദ്ദേഹത്തിന് അനുവാദം നൽകി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് തന്നെ ധാരാളം. നിന്റെ അനന്തരാവകാശികളെ ദരിദ്രരായി ഉപേക്ഷിക്കുന്നതിനേക്കാൾ നിനക്കുത്തമം സമ്പന്നരാക്കി വിടുന്നതാണ്. ദൈവത്തിൻ്റെ പ്രതിഫലം കാംക്ഷിച്ച് നിന്റെ ബന്ധുക്കൾക്ക് നീ നൽകുന്ന ഭക്ഷണത്തിന് പോലും അള്ളാഹുവിങ്കൽ നിന്ന് നിനക്ക് പ്രതിഫലം കിട്ടും. നിന്റെ ഭാര്യയുടെ വായിലിട്ട് കൊടുക്കുന്ന ഉരുളക്ക് പോലും.
ഒരിക്കൽ അനുയായികളോടുകൂടി ഇരിക്കുകയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ സദസ്സിലേക്ക് സ്വർഗാവകാശിയായ ഒരാൾ കയറി വരാൻ പോകുന്നു. ആ സൗഭാഗ്യവാൻ ആരാണെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് കയറി വന്നു. അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ മഹത്തായ പദവിക്ക് അർഹനാവാൻ മാത്രം നിങ്ങൾ അനുഷ്ഠിക്കുന്ന ഇബാദത്ത് എന്തെല്ലാമാണ്? അദ്ദേഹം പറഞ്ഞു, സാധാരണയിൽ കവിഞ്ഞ് ഞാനൊരു സൽക്കർമ്മവും ചെയ്യാറില്ല, എങ്കിലും ഒരാളോടും ഞാൻ ഇതേവരെ പകയും വിദ്വേഷവും വെച്ച് പുലർത്തിയിട്ടില്ല. സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ ഉരുക്കുപോലെ ഉറപ്പുള്ളതായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതറിഞ്ഞ മാതാവ് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ പലതും ചെയ്തു നോക്കി. പരാജയപ്പെട്ട ആ സ്ത്രീ അവസാനം നിരാഹാര സമരത്തിനാണ് മുതിർന്നത്. സഅദ് റളിയല്ലാഹു അൻഹു തൻ്റെ പിതാമഹന്മാരുടെ ആചാരത്തിലേക്ക് മടങ്ങിയാലല്ലാതെ താൻ ജീവിക്കുകയില്ലെന്ന് ആ സ്ത്രീ ശാഠ്യം പിടിച്ചു. ഭക്ഷണം കഴിക്കാതെ അവശയായി. സഅദ് റളിയല്ലാഹു അൻഹു മാതാവിനോട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾക്ക് 100 ആത്മാവുകൾ ഉണ്ടാവുകയും അവ ഓരോന്നോരോന്നായി നിങ്ങളുടെ ദേഹത്തിൽ നിന്ന് പറന്നകലുന്നത് ഞാൻ കാണുകയും ചെയ്താലും ശരി, ഈ വിശ്വാസത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. മകനെ പിന്തിരിപ്പിക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ മാതാവ് തൻ്റെ വാശി കൈവെടിഞ്ഞ് ഭക്ഷണം കഴിച്ചു എന്നാണ് കഥ. അദ്ദേഹത്തിൻ്റെ ദൃഢവിശ്വാസത്തെ ശ്ലാഘിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നു, നിനക്ക് അജ്ഞാതമായതിനെ എന്നിൽ പങ്കു ചേർക്കണമെന്ന് അവർ രണ്ടുപേരും, മാതാവും പിതാവും, നിന്നെ നിർബന്ധിച്ചാൽ അക്കാര്യത്തിൽ നീ അവരെ അനുസരിക്കേണ്ടതില്ല. സഅദ് റളിയല്ലാഹു അൻഹു പേർഷ്യയിലേക്ക് സേനാനായകനായി നിയോഗിക്കപ്പെട്ടു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു സൈന്യത്തെ തയ്യാറാക്കി നിർത്തിയ ശേഷം സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിച്ചു, സഅദേ, അങ്ങ് നബിയുടെ അമ്മാവനും സ്നേഹിതനുമാണെന്ന ഭാവം നടിക്കരുത്. അള്ളാഹുവിൻ്റെ വക്കൽ കുടുംബ ബന്ധത്തിന് വിലയില്ല. ആരാധനയ്ക്കും തഖ്വയ്ക്കുമാണ് അവിടെ വിലയുള്ളത്. ഉന്നത കുലജാതനും നീചനും അവിടെ സമന്മാരാണ്. മനുഷ്യരെല്ലാം അള്ളാഹുവിൻ്റെ അടിമകളും അള്ളാഹു അവരുടെ രക്ഷിതാവുമാകുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിലേക്ക് നിയുക്തനായത് മുതൽ നമ്മോട് യാത്ര പറയുന്നത് വരെ അനുവർത്തിച്ച കാര്യങ്ങൾ നീ പിന്തുടരണം. നീ സമരമുഖത്ത് ചെന്നിറങ്ങിയാൽ ശത്രുക്കളുടെ സ്ഥിതിഗതികളെല്ലാം നോക്കി കാണുന്നത് പോലെ വ്യക്തമായ രൂപത്തിൽ എനിക്ക് എഴുതി അറിയിക്കുകയും ചെയ്യണം. മുസ്ലിം സൈന്യം ഖാദിസിയയിലേക്ക് പുറപ്പെട്ടു. മുസ്ലിങ്ങൾ ഒരിക്കലും നേരിട്ടില്ലാത്ത അത്രയും വലിയ സന്നാഹങ്ങളോടുകൂടി രണശൂരനായ റുസ്തം 1,00,000 സൈനികരുമായി തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. മുസ്ലിം സൈന്യത്തിൽ നിന്ന് നിവേദക സംഘം റുസ്തമിനെ സമീപിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ജനങ്ങളെ വിഗ്രഹാരാധനയിൽ നിന്ന് തൗഹീദിലേക്കും സ്വച്ഛാധിപത്യത്തിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്ലാമിൻ്റെ നീതിയിലേക്കും ക്ഷണിക്കാൻ അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ സ്വീകരിച്ചാൽ നമുക്ക് 2 വിഭാഗത്തിനും നല്ലത്. അല്ലാത്ത പക്ഷം അള്ളാഹുവിൻ്റെ വാഗ്ദത്തം പ്രാപിക്കുന്നത് വരെ ഞങ്ങൾ യുദ്ധം ചെയ്യും. റുസ്തം ചോദിച്ചു, അള്ളാഹു നിങ്ങളോട് എന്ത് വാഗ്ദത്തമാണ് ചെയ്തിരിക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ രക്തസാക്ഷിയാകുന്നവർക്ക് സ്വർഗവും അവശേഷിക്കുന്നവർക്ക് വിജയവും. റുസ്തം അവരുടെ ക്ഷണം സ്വീകരിച്ചില്ല. നിവേദക സംഘം മടങ്ങിപ്പോന്നു. ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞ് അസഹ്യമായ വേദന അനുഭവിക്കുകയാണ്. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സൈന്യത്തെ അഭിമുഖീകരിച്ചൊരു പ്രസംഗം നടത്തി. എൻ്റെ സൽഭർത്തരായ അടിമകൾ ഭൂമിയിലെ ഭരണാധികാരം അനന്തരമാക്കുമെന്ന് ഉപദേശങ്ങൾക്ക് ശേഷം സബൂറിൽ നാം വ്യക്തമാക്കിയിരിക്കുന്നു എന്ന പരിശുദ്ധ സൂക്തം ഊതിക്കൊണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. അനന്തരം അവർ ഒന്നായി ളുഹർ നിസ്കരിച്ചു. തക്ബീർ ധ്വനികളോടെ യുദ്ധക്കളത്തിലേക്ക് കുതിച്ചു. ചരിത്ര പ്രസിദ്ധനായ റുസ്തമിൻ്റെ സൈന്യം ഘോരമായൊരു യുദ്ധത്തിന് ശേഷം പരാജയപ്പെട്ടു. റുസ്തം വധിക്കപ്പെട്ടു. മുസ്ലിം സൈന്യം കിസ്രയുടെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. പേർഷ്യ മുസ്ലിങ്ങൾക്ക് കീഴടങ്ങി. ഖാദിസിയയിൽ പരാജയപ്പെട്ട പേർഷ്യ സൈന്യം മദായിനിൽ കരുത്താർജിക്കുന്ന വിവരം സഅദ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹു മദായിനിലേക്ക് പുറപ്പെട്ടു. നിറഞ്ഞൊഴുകുന്ന ടൈഗ്രീസ് നദി മറുകര കടന്നിട്ട് വേണം മദായിനിലെത്താൻ. അപകടം പിടിച്ച ഒരു സാഹസമായിരുന്നു അത്. സഅദ് റളിയല്ലാഹു അൻഹു തൻ്റെ സൈനികരിൽ നിന്ന് 2 സംഘത്തെ തെരഞ്ഞെടുത്തു. ആസിം ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിന് കതീബത്തുൽ അഹ്വാൽ ഭീകര സംഘമെന്നും, കൗക്കാവ് ബിനു അംറിൻ്റെ കീഴിലുള്ള 2ാമത്തെ സംഘത്തിന് കതീബത്തുൽ കർസാഹ് നിശബ്ദ സംഘം എന്നും പേര് നൽകി. ഈ 2 സംഘവും തങ്ങളുടെ പിന്നിലുള്ള സൈന്യത്തിന് വഴിയൊരുക്കിക്കൊണ്ട് ആദ്യം നദിയിലെത്തി. ടൈഗ്രീസ് നദി അള്ളാഹുവിൻ്റെ പ്രിയങ്കരനായ ആ അടിമകൾക്ക് കീഴ്പ്പെട്ടു. ഒരാൾക്ക് പോലും അപകടം പിണയാതെ അവർ മറുകര പറ്റി. നദി കടന്ന ശേഷം അത്ഭുത പരന്തരായി സന്തോഷത്തോടെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു കൈയടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇസ്ലാം പുതുപുത്തനാകുന്നു. അവർക്ക് കരയും കടലും കീഴ്പ്പെട്ടിരിക്കുന്നു.
കൂട്ടം കൂട്ടമായി അവർ ടൈഗ്രീസിൽ ഇറങ്ങി ഒരാളും നഷ്ടപ്പെടാതെ മറുകര പറ്റുകയും ചെയ്തിരിക്കുന്നു. സഅദ് റളിയല്ലാഹു അൻഹു മദായിനിൽ വിജയം കൈവരിച്ചു. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ക്രിസ്താബ്ദം 638 ചരിത്ര പ്രസിദ്ധമായ കൂഫ പട്ടണത്തിന് അടിത്തറവാകിയത് സഅദ് റളിയല്ലാഹു അൻഹുവാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആക്രമിക്കപ്പെട്ടപ്പോൾ തൻ്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാൻ അദ്ദേഹം നിയോഗിച്ച സമിതിയിൽ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു അംഗമായിരുന്നു. അദ്ദേഹം ദീർഘകാലം ജീവിച്ചു. മുസ്ലിം ലോകത്ത് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു കക്ഷിയിലും ചേരാതെ നിഷ്പക്ഷത പാലിക്കുകയാണ് ചെയ്തത്. ഇസ്ലാമിക അന്തരീക്ഷം മുആവിയയ്ക്ക് അനുകൂലമായി തെളിഞ്ഞ ശേഷം ഒരിക്കൽ മുആവിയ അദ്ദേഹത്തോട് ചോദിച്ചു, സത്യവിശ്വാസികളായ രണ്ട് വിഭാഗം തമ്മിൽ ശണ്ട കൂടിയാൽ അവരെ യോജിപ്പിക്കാൻ ശ്രമിക്കണമെന്നും അനുസരണക്കേട് കാണിക്കുന്നവരെ മറുവിഭാഗത്തോട് സഹകരിച്ച് പരാജയപ്പെടുത്തണമെന്നുമാണല്ലോ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. താങ്കൾ ഒരു വിഭാഗത്തോടും സഹകരിക്കാത്തത് എന്തുകൊണ്ട്? സല്ലല്ലാഹു പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ യുദ്ധം ചെയ്യുകയോ? അദ്ദേഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. മൂസാ നബിക്ക് ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെ എങ്ങനെയാണോ അതുപോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അലി. ഹിജ്റ 54. 80 തികഞ്ഞ സഅദ് റളിയല്ലാഹു അൻഹു തൻ്റെ പുത്രൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ട് അന്ത്യയാത്രക്കൊരുങ്ങി. ഓമനപുത്രൻ്റെ കണ്ണീർ കണ്ട് വത്സലനായ പിതാവ് ചോദിച്ചു, കുഞ്ഞെ, നീ എന്തിന് കരയുന്നു? അള്ളാഹു എന്നെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല, ഞാൻ സ്വർഗാവകാശിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മോനെ, ആ പെട്ടിയിൽ ഒരു പഴയ തുണിയുണ്ട്, അതെടുത്ത് എന്നെ കഫൻ ചെയ്യണം. അത് ഞാൻ ബദർ രണാങ്കണത്തിൽ അണിഞ്ഞ വസ്ത്രമാണ്. ആ പഴകിയ വസ്ത്രത്തിൽ മദീനയിലെ അവസാനത്തെ മുഹാജിറിൻ്റെ പരിശുദ്ധ ജഡം ജന്നത്തുൽ ബഖീയിലെ ശ്മശാനത്തിൽ മറവ് ചെയ്യപ്പെട്ടു. സലാമുൻ അലൈക യാ സഅദ്. അള്ളാഹു മഹാനോടൊപ്പം നമ്മളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.